JCB കൊടുത്ത വേറെ ആളാ, കുടി കുഴിച്ചത് സന്നദ്ധ സംഘടനകളാണ്. 1 രൂപ സർക്കാരിന് ചെലവായിട്ടില്ല, 1 രൂപ. അവിടെ വീടുകളിലേക്ക് സാധനങ്ങൾ വരെ കൊടുത്തത് ആളുകൾക്ക് കൊടുത്താണ്. അതിന്റെയൊക്കെ കണക്ക് എഴുതി വെച്ചാൽ അതിന്റെ വിശ്വാസ്യത പോവും. സംസ്ഥാനത്ത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രതിപക്ഷം ഈ നിലപാടെടുത്തത്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലടിക്കുകയല്ല, അവർ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. ഇതാരാണ് തയ്യാറാക്കിയത്? എന്ത് നടപടിക്രമം അനുസരിച്ചാണ് തയ്യാറാക്കിയത്? ഏത് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയത്? യഥാർത്ഥത്തിൽ SDRF റൂൾസ് ഉണ്ട്. SDRF റൂൾസ് അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കണം. എന്നിട്ട് അപ്പൊ നമുക്ക് പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് ധനസഹായം വേണം? എന്തിനാ ഇല്ലാത്ത സാധനമൊക്കെ എഴുതി വെക്കുന്നത്? ഉള്ളത് പറയാമല്ലോ. ഇപ്പൊ എല്ലാ ആളുകൾക്കും മുഴുവൻ ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അവർക്ക് സ്ഥലം മേടിക്കണം, നല്ല വീട് വെച്ച് കൊടുക്കണം. ഇനി അവിടെ വീണ്ടും അപകടത്തിൽ കഴിയുന്ന ആളുകളെ വീണ്ടും റീലൊക്കേറ്റ് ചെയ്യണം. സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് കഴിയില്ല. റീഹാബിലിറ്റേഷൻ നടത്തണം, വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. കേരളത്തിൽ ഇവാക്യുവേഷൻ പ്ലാൻ വേണം, അതിന് സയന്റിഫിക് സ്റ്റഡി നടത്തണം. അതിനൊക്കെ ഓരോ ഹെഡിൽ പൈസ വെച്ചിട്ട് അതല്ലേ കൊടുക്കേണ്ടത്. മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം. ഈ സാഹചര്യത്തിൽ പല കുടുംബത്തിലും കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രായമായവർ മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ പോരാ. ഇത് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് അല്ല. ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എല്ലാ വർഷവും കിട്ടുന്ന ഇത് സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ്, സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്, സ്റ്റേറ്റിന് നൽകുന്ന സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ആ നഷ്ടത്തിന്റെ ബോധ്യം മനസ്സിലാക്കി, ആ ഏരിയയെ കുറിച്ചുള്ള മനസ്സിലാക്കി അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഹെഡിൽ കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നടത്തിയില്ല.